5000 ഇല്ല, 2000 ഇല്ലതേ ഉള്ളെന്ന് തോന്നുന്നു. എവിടെ പോയി അവരുടെ വോട്ട്? ഞാൻ നേരത്തെ പറഞ്ഞു അവിടെ ഒരു ഹിന്ദു വികാരം ഉണ്ടായിട്ടുണ്ട്, മറുപടിയും ഒരു മുസ്ലിം വികാരം ഉണ്ടായി. അപ്പൊ തിരിച്ചു ഒരു ഹിന്ദു വികാരം ഉണ്ടായപ്പോൾ ആ ഹിന്ദുക്കളായ ആളുകളിൽ നല്ലൊരു ഭാഗം ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്തു എന്നുള്ളത് ഒരു സത്യമാണ്. പിന്നെ ആ സീറ്റ് നിങ്ങൾക്കറിയാം, പണ്ട് തൊട്ട് തന്നെ അവിടെ ജയിച്ചുകൊണ്ടിരുന്നതും UDF സീറ്റായിരുന്നത്. ആ UDF സീറ്റിൽ നിന്നും മത്സരിച്ചുകൊണ്ടിരുന്നതും ആരാണെന്ന് നിങ്ങൾക്കറിയാം, ആര്യാടനാണ്. ആര്യാടന്റെ മകനാണ് തുടർന്ന് മത്സരിക്കുന്നത്. ആര്യാടൻ ഒരു മതേതര ചിന്തയോടുകൂടിയെന്നും എല്ലാവരുടെയും ഹൃദയത്തിൽ സ്വീകരിച്ചുകൊണ്ട് പ്രവർത്തിച്ചുകൊണ്ടിരുന്ന വലിയൊരു രാഷ്ട്രീയ നേതാവായിരുന്നു. അദ്ദേഹത്തിന്റെ മകൻ നിന്നപ്പോൾ നേരത്തെ തൊട്ട് ലീഗും ആര്യാടനുമായിട്ട് പല അഭിപ്രായ വ്യത്യാസങ്ങളും സംഘടന ഉണ്ടായെങ്കിൽ പോലും ഇന്നതെല്ലാം മാറിക്കൊണ്ട് ഒരേ മനസ്സോടുകൂടി ഒരേ വിചാരത്തോടുകൂടി ആര്യാടന്റെ മകൻ ജയിപ്പിക്കുവാൻ ലീഗിന്റെ ഒരു പ്രസ്റ്റീജായി കണക്കായിക്കൊണ്ട് ഇപ്പൊ തന്നെ നിങ്ങൾ കാണാം, ജയത്തിന്റെ ആരവം മുഴക്കുമ്പോൾ അവിടെ പൊങ്ങുന്നത് കോൺഗ്രസിന്റെ കൊടിയല്ല, ലീഗിന്റെ കൊടിയാണ് ഉയർത്തിക്കാണുന്നത്. അപ്പൊ ഇതിന്റെ വിജയം ലീഗിന്റെ വിജയമാണ്, കോൺഗ്രസിന്റെ വിജയമല്ല. അപ്പൊ ലീഗിന്റെ വിജയമായി കണ്ടുകൊണ്ട് വേണം ഇതിനെ കാണാൻ. അതേസമയം ഇടതുപക്ഷത്തിന് ചിഹ്നം വെച്ചുകൊണ്ട് അത് മത്സരിച്ചു. ആ മത്സരത്തിൽ തമ്മിലുള്ള വ്യത്യാസം ഇപ്പോൾ ഏതാണ്ട് 6000-7000 ആണെന്ന് തോന്നുന്നു. വലിയൊരു മഹാഭൂരിപക്ഷം 20,000, 25,000 ഒക്കെ ഓരോരുത്തർ പറഞ്ഞതാണ്. ഇതൊന്നും വരത്തില്ല. 10,000 മുകളിലോ 15,000 താഴെയോ മാത്രമേ ഭൂരിപക്ഷം കിട്ടുള്ളൂ. ഇത്രയും വാശിയേറി കോടിക്കണക്കിന് രൂപ മുടക്കി ഒരു മത്സരം നടത്തിയപ്പോൾ ആ മത്സരത്തിൽ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായി നിന്ന, അതും പാർട്ടിയുടെ ചിഹ്നത്തിൽ മത്സരിച്ച ആളിന് കിട്ടിയ വോട്ട് തീരെ കുറവല്ല. അതുകൊണ്ട് ഇടതുപക്ഷവും അവിടെ തോറ്റെന്ന് പറയാൻ സാധിക്കില്ല. ഇടതുപക്ഷവും സാങ്കേതികമായി തോറ്റെന്ന് പറഞ്ഞാലും അവർക്ക് അഭിമാനകരമായ വോട്ട് നേടുവാൻ അവർക്ക് സാധിച്ചിട്ടുണ്ട്. അൻവറിനും അഭിമാനകരമായ വോട്ട് നേടാൻ സാധിച്ചിട്ടുണ്ട്. കോൺഗ്രസ് വിജയിച്ചു എന്ന് നമുക്ക് പറയുകയും ചെയ്യാം. കാരണം നിങ്ങൾ BJPയുടെ വോട്ട് എവിടെ പോയി? BJPക്ക് 12,000 വോട്ടുണ്ടായിരുന്നല്ലോ, ആ വോട്ട് എവിടെ പോയി? അത് കിട്ടുകയില്ലെന്ന് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ. കാരണം അവിടെ വികാരം എന്തായിരുന്നു? ഒരു മുസ്ലിം വികാരവും ഇളക്കി വിട്ടിരുന്നു ലീഗ്. ആ മുസ്ലിം കൺസോളിഡേഷൻ അപ്പുറം ഉണ്ടായപ്പോൾ ഇപ്പറേ ഒരു ഹിന്ദു കൺസോളിഡേഷൻ സ്വാഭാവികമാണല്ലോ. അപ്പോൾ BJPയുടെ വോട്ട് അങ്ങോട്ട് പോകും എന്ന് അനുമാനിച്ചു ഞാനെങ്കിൽ അത് ശരിയാണെന്ന് ഈ റിസൾട്ട് കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാമല്ലോ. എന്തോ എന്നെനിക്ക് തോന്നുന്നില്ല. കാരണം സ്ഥാനാർത്ഥി പറഞ്ഞതിൽ പറഞ്ഞോട്ടെ, UDFിലേക്ക് എങ്ങനെ പോകാനുള്ള സാധ്യത? BJPക്ക് അവർ തെറ്റുപറ്റിയിട്ടുണ്ട്. കാരണം അവർ ഹിന്ദു വോട്ട് കൺസോളിഡേറ്റ് ചെയ്യാനായിട്ടാണെങ്കിൽ അങ്ങനെ ഒരു ഹിന്ദു സ്ഥാനാർത്ഥിയല്ല അവിടെ നിർത്തേണ്ടിയിരുന്നത്. അതിന് പകരം ക്രിസ്ത്യൻ വോട്ടും കൂടെ കിട്ടട്ടെ എന്ന് കരുതി BJP ആയിരിക്കാം അവർ നിർത്തിയത്. ഹിന്ദുവിന്റെയും ക്രിസ്ത്യന്റെയും വോട്ട് കിട്ടട്ടെ എന്ന് കണക്കാക്കിയായിരിക്കും നിർത്തിയത്. പക്ഷെ അത് പൊളിഞ്ഞുപോയി. കാര്യത്തോട് അടുത്തപ്പോഴത്തേക്ക് വികാരം മാറി, ട്രെൻഡ് മാറി.